ഇന്ന് അഗൈൻ ഒരു സിമ്പിൾ ഡേ ഔട്ട് വീഡിയോ ആണ്. നമ്മൾ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൊക്കേഷൻ വാഫി മാളിന്റെ ഉള്ളിൽ ആയ യൂണിവേഴ്സ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ HR മന്ത്ലി 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഔട്ടിങ് പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് ദുബായിലെ നിയർ ബൈ പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി. എവിടെയാണോ പോകുന്നത് അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ് കമ്പനി പേ ചെയ്യും, ഹാഫ് നമ്മളെ സാലറിയിൽ നിന്ന് കട്ടാവും. പിന്നെ ട്രാൻസ്പോർട്ടേഷന് ബാക്കി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ല. നമ്മുടെ അക്കോമഡേഷൻ വലിയ ദൂരമല്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇല്യൂഷൻ റൂമിലേക്ക് കയറുന്നതിന്റെ മുന്നിൽ തന്നെ നമുക്കൊരു കോസ്മിക് പാസ്പോർട്ടും കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. നമ്മൾ ഏതൊക്കെ റൂം എക്സ്പീരിയൻസ് ചെയ്യുന്ന അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്റർടൈനിങ്ങും ഫണ്ണും ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇത്. ഒരു ടബ് നിറയെ ബോൾസ്, അതിൽ കുത്തിമറലായിരുന്നു മെയിൻ പരിപാടി. ബോൾ കൊണ്ട് ഏറി കിട്ടാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്തത്. എന്നാലും നല്ല റിലാക്സ് ആയിട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ റൂമിലേക്കാണ്. ഇതിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോൾ അതിന്റെ ഫുള്ള് ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം ഫ്ലോറും സീലിങ്ങും ഒക്കെ മിററാണ്. അതുപോലെ തന്നെ അവിടെയുള്ള മിറർ ബോൾസ്, ഇതിലൂടെ LED പാസ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ്, നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായി നിന്നു പോകും. ഇതും വേറൊരു എക്സ്പീരിയൻസ് റൂം ആട്ടോ. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ എനിക്കൊന്ന് കിഡ്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. വലിയ ആൾക്കാർ വരെ അവിടെ പിള്ളേരെ പോലെ കളിക്കുന്നത്. അഫോർഡബിൾ ആണ്, ടിക്കറ്റ് എത്ര പൈസ ഒന്നുമില്ല. അതുപോലെ തന്നെ ദുബായിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഒരു ഫോൾസ് കാണാനാട്ടോ നേരെ പോയത്. അവിടെയുള്ള ഗൈഡ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലിയും പൊളൈറ്റും ആണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് കുറെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഇതാണ് ഫോൾസ്. ഇത് ഞാൻ മുമ്പ് ദുബായ് എക്സ്പോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ഇരിക്കാൻ നോക്കി, അപ്പൊ പാൻറ്റൊക്കെ നനയും ചെയ്തു. ഫ്ലോർ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ പോയത് വേറൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ റൂമിലാണ് കേട്ടോ. ഇതിന്റെ പേരും എനിക്ക് ഓർമ്മയില്ല. കുറെ ഫോക്കസ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടൊരു സംഭവം. കുറെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ചെന്ന ദിവസം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നേരെ പോയത് വേറൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ റൂമിലേക്കാണ്. ഇതിന്റെ പേരും എനിക്ക് ഓർമ്മയില്ല. അവതാറൊക്കെ പോലെ നടുക്കൊരു വലിയ മരം, അതിന് കുറെ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഈ സ്ഥലങ്ങൾ മൊത്തം കണ്ടു തീരാൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര സമയമൊന്നും ആവശ്യമില്ല. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കൊക്കെ കഴിയും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരായിട്ടൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. കുറച്ചു നേരം ട്രൈപോഡ് അവിടെ വെച്ചിട്ട് ഞാൻ കാഴ്ചകളൊക്കെ കാണാൻ പോയി. ഇവിടെയുള്ള ഒരു സ്പിരിച്വൽ മ്യൂസിക് ആണ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു സാധനം കേട്ടോ. ഇത് വേറൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ റൂമാണ്. ഫുള്ള് മിററാണ്. ഫ്ലോറും സീലിങ്ങും എല്ലാം മിററാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് പാറും. തലയൊക്കെ എവിടെയെങ്കിലൊക്കെ ഇടിച്ച് കിളിയൊക്കെ പാറും, സ്വാഭാവികം. വേറെയും ഒരു 3-4 ഇല്യൂഷൻ റൂംസും കൂടി ഉണ്ട്. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ട്. ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് സുവനീഴ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ ചാനലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു പോസ്റ്റ് കാർഡൊക്കെ തന്നു. സൗത്ത് ആഫ്രിക്കൻസ് ആണ് കേട്ടോ അധിക ഗൈഡ്സും. നല്ല ഫ്രണ്ട്ലി, നല്ല പൊളൈറ്റ് ഒക്കെയാണ്. പിന്നെ അങ്ങോട്ട് പിടിച്ച് സബ്സ്ക്രൈബർ ആക്കി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടു ഒരു പിസ്സ ഓർഡർ ചെയ്തു. പപ്പ ജോൺസിന്റെ ഓൾ മീറ്റ് പിസ്സ. അതാ ഗാർലിക് മയോല ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് ആട്ടോ. ഇവിടെ ഒരുപാട് ഈജിപ്ഷ്യൻ സ്കൾപ്ചേഴ്സും റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വാഫി മോളും അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള റാഫിൾസ് ഹോട്ടലും ഒരു ഫുൾ ഈജിപ്ഷ്യൻ സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കണേ. Thank you for watching. Bye guys.